അച്ഛയുടെ ബർത്ത്ഡേ ഇരുന്നിട്ട് കഴിഞ്ഞ ദിവസം അങ്ങനെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചേർന്നിട്ട് അടുക്കളയിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ. ഇന്നെന്തേലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാലാന്ന് അമ്മ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ കുഴിമന്തി ഉണ്ടാക്കുന്ന പറഞ്ഞു. കുഴിമന്തിന്ന് കേട്ടതും അമ്മ നാഗവല്യായി മാറി. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല. ഞാനും ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ ചട്ടിയെടുത്ത് ഇങ്ങനെ റൗണ്ടിൽ ആക്കാൻ അറിയാണ്ടല്ല, പിന്നെ ഒരു കയ്യിൽ ഫോണിരിക്കണോണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഉണ്ടാക്കി വന്നപ്പോൾ സാധനം കരിഞ്ഞത് എന്നെ കൊണ്ട് തീറ്റിക്കുകയും ചെയ്തിട്ടാ. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് നേരെ മുടി വെട്ടാൻ പോയി. മുടി വെട്ടാൻ ചെന്നപ്പോൾ അവിടെ ഒടുക്കത്തെ തിരക്ക്. കുറെ നേരം പോസ്റ്റ് അടിച്ച് ചെന്നിട്ടാണ് മുടി വെട്ടിയത്. മുടി വെട്ടി വീട്ടിൽ വന്ന് ഒരു കുളിയും കഴിഞ്ഞ് ഒന്ന് കിടന്ന് ഉറങ്ങി. ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ചോറ് കഴിക്കാൻ നിർത്തപ്പോൾ ചോറ് വളിച്ചു പോയി. പിന്നെ എനിക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ഐറ്റം ഉണ്ട്, മൈദ ദോശ. അങ്ങനെ അതുണ്ടാക്കി കഴിച്ചിട്ട് നേരെ അമ്പലത്തേക്ക് പോയി. അന്ന് കലാശക്കൊട്ട് അറിഞ്ഞിട്ടാ. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ അച്ഛനും കൂടി കേക്ക് മേടിക്കാൻ വേണ്ടി പോയി. ഇത് സർപ്രൈസ് കേക്ക് കട്ടിംഗ് ഒന്നുമല്ല കേട്ടാ. അതുകൊണ്ട് അച്ഛക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്തായാലും കേക്ക് മേടിക്കുന്ന അവർക്ക് 2 പേർക്കും അറിയായിരുന്നു. അപ്പൊ ശരി എന്നാ ബൈ.